ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ നെത്തോലി മീൻ വെച്ചിട്ട് തേങ്ങ അരച്ച് പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി മീൻ കറി. അത് ഞാൻ വെക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു അരപ്പ് വേണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനോടുള്ള ഉലുവ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും പിന്നെ നമുക്കെന്താ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണം. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ തേങ്ങ അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് മഷി പോലെ അരച്ചെടുക്കണ്ട. ചെറിയൊരു തരിതരിപ്പോട് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മളിതിൽ ചേർക്കുന്ന മാങ്ങയ്ക്ക് പുളിപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ അരപ്പരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പുളി കൂടി ചേർക്കാവുന്നതാണ്. വാളംപുളി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ്. പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് പിന്നെ പുളി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ നെത്തോലി ഞാനിവിടെ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിന് എത്രത്തോളം വെള്ളം വേണോ അതും കൂടി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുളിപ്പ് കുറഞ്ഞ മാങ്ങയാണെന്നുണ്ടെങ്കിൽ പുളിക്ക് പകരം ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ നല്ല പുളിപ്പുള്ള മാങ്ങയായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം നമ്മുടെ മീൻകറി ഏകദേശം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിളയായി വരുമ്പോൾ നമുക്കിത് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം വെച്ച് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഞാനിങ്ങനെയാണ് ഈ ഒരു രീതിയിൽ വെക്കുന്നത്. പല രീതിയിലും നമുക്ക് വെക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ പച്ചമാങ്ങ ഇട്ട് ഞാൻ വെക്കുന്നത് ഈ ഒരു രീതിയാണ്. അതാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നത്. ഇപ്പം എൻ്റെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട്. ഈ താളിപ്പ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു താളിപ്പ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനായിട്ടൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻകറിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വേറെ ഇനി ഒരു പണിയില്ല കേട്ടോ. കഴിഞ്ഞു, നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.